പൊന്നാനി നഗരസഭയുടെ കീഴിലുള്ള ഉറൂബ് സ്മാരക ലൈബ്രറി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഉറൂബ് വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു. ആഖ്യാനങ്ങളുടെ അവധൂതർ എന്ന തലക്കെട്ടിൽ തുഞ്ചൻ മലയാള സർവകലാശാല മലയാളം അധ്യാപിക ഡോക്ടർ റോഷ്നി സ്വപ്ന സംസാരിച്ചു. നമ്മൾ വായിക്കുന്ന ഘടകങ്ങളെ ഏത് ഓർമ്മയിലേക്കാണ് നമ്മൾ സൂക്ഷിക്കുക എന്നതനുസരിച്ചാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആ വായിക്കുന്ന കാര്യങ്ങൾ ഓർമ്മ വരിക എന്നുള്ളത്. കുട്ടികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, കുട്ടികളോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. പരീക്ഷയ്ക്ക് വേണ്ടി അവർ പഠിക്കുമ്പോൾ കാണാതെ പഠിക്കുന്ന കുട്ടികളുണ്ട്, മനസ്സിലാക്കി പഠിക്കുന്ന കുട്ടികളുണ്ട് അല്ലേ? നിങ്ങൾ എങ്ങനെയാണ് പഠിക്കാറ്? മനസ്സിലാക്കിയിട്ടാണ്. അതെപ്പോൾ വേണമെങ്കിലും ഓർമ്മ വരും അല്ലേ? അതാണ് വെജിറ്റബിൾ മെമ്മറി എന്ന് പറയുന്നത്. വളരെ ജെനുവിനായിട്ട് വരുന്ന, വളരെ ആയാസകരമായിട്ട് വരുന്ന ഓർമ്മ. മറ്റേ ഓർമ്മ പെട്ടെന്ന് ഇല്ലാതാവും. നമ്മളോട് ചോദിച്ചാലും ചില കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് അയ്യോ പെട്ടെന്ന് ഓർമ്മയില്ല എന്ന് പറയുന്നത് ഓർമ്മയുടെ വേറൊരു അടരിലാണ് നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ബഷീർ എന്ന് പറയുമ്പോൾ അനേക കാലങ്ങളെ ആയാസമില്ലാതെ വരച്ചിട്ട ഒരു വലിയ മനുഷ്യൻ, ഒരു മഹാമനുഷ്യന്റെ അടയാളമാണ് എന്ന് പറയാം. ബഷീറിന് വരയ്ക്കുന്ന ചിത്രങ്ങൾ നോക്കിയാൽ അറിയാം. ബഷീറിനെയും ഗാന്ധിയെയൊക്കെ വരയ്ക്കാൻ വളരെ കുറച്ച് ലൈൻസ് മതി. ബഷീർ ഉറൂബ് ആഖ്യാനം, ദർശനം തുടങ്ങിയ തലക്കെട്ടുകളെ ആസ്പദമാക്കി ചർച്ചയും സംഘടിപ്പിച്ചു. മനുഷ്യന്റെ വേദനകളും വിഹ്വലതകളും എഴുത്തിലൂടെ പുറം ലോകത്തിന് പകർന്ന എഴുത്തുകാരാണ് ഇവരെന്ന് ക്രോഡീകരിച്ചു. എഴുത്തുകാരായ MA ഹസീബ്, KV നദീർ, ഇബ്രാഹിം പൊന്നാനി, ഫർഹ, കബീർ പൊന്നാനി എന്നിവർ നേതൃത്വം നൽകി. ബാബു താണിക്കാട്ട് കവിതകൾ അവതരിപ്പിച്ചു. ഫാറൂഖ്, നിർമ്മല, ലിയാഖത്ത്, സുജ്ന, റജില, റാദിൽ, സിയാദ്, അഷ്റഫ് നാക്കോല, KM അബ്ദുറഹ്മാൻ എന്നിവർ സംസാരിച്ചു. പ്രസിദ്ധ നാടകകൃത്ത് എമിൽ മാധവി മുഖ്യാതിഥിയായിരുന്നു. ഇമ്പിച്ചിക്കോയ തങ്ങൾ, താജ് ബക്കർ എന്നിവർ വിഷയാവതരണം നടത്തി. ഹബീബ് സർഗം മോഡറേറ്ററായിരുന്നു. NCV ന്യൂസ് പൊന്നാനി.